മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വലിയ ആലിമായ ആബിദായ സൂഫിയായ മനുഷ്യനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. അങ്ങനെ ഉള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ജുമുഅ നിസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഒരു കാണാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. അല്ല ഉസ്മാൻ തങ്ങളെ, ഞാൻ ഈ പവിത്രമായ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന് എന്തിനെന്നറിയുമോ? എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി ഒരു വേള ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതാണ്. എന്നാൽ ആ ഖുർആനിന്റെ ഒരായത്തുണ്ടല്ലോ, വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഈ ഒരു ഖുർആനിന്റെ ആയത്ത് അതെനിക്കൊന്ന് പഠിക്കണം. വേണ്ടുന്ന കോലത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. എനിക്ക് എന്റെ ഉമ്മയെ പൊന്നുപോലെ സ്നേഹിക്കണം, എന്റെ ബാപ്പയെ പൊന്നുപോലെ ഇഷ്ടപ്പെടണം. അതിനെന്താണ്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ബാപ്പ മരിച്ച് ഖബറിലുമാണ്. ഞാൻ എങ്ങനെയാണ് അവർ രണ്ടുപേരോടും ഈ ദിവസത്തിൽ പെരുമാറേണ്ടുന്നത്? വെള്ളിയാഴ്ചയാണ്, എന്റെ ബാപ്പ മരിച്ച് ഖബറിലുമുണ്ട്, ഉമ്മ എന്റെ വീട്ടിലും ഇരിപ്പുണ്ട്. ഞാൻ ഇവർ രണ്ടുപേരോടും ഞാൻ എങ്ങനെ പെരുമാറണം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, നീ എവിടെന്ന് കുളിച്ചു ഒരുങ്ങിയിട്ട് നീ ഇറങ്ങിയങ്ങ് പോകല്ലേ. കാരണം എന്തെന്നറിയുമോ? നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്, നീ തിരിച്ചു നിന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് മോനെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിന്റെ ഉമ്മയോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. കാരണം അത് ഉമ്മാക്കൊരു ദുആയാണ്. ഉമ്മാക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ നിനക്കൊരിക്കലും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം നിനക്ക് ലഭിക്കുകയാ. നിന്റെ ഉമ്മ പറയുകയാ, വഅലൈക്കുമുസ്സലാം, അല്ലാഹുവിന്റെ രക്ഷ നിനക്കും ഉണ്ടാകട്ടെ. ഇന്നെത്ര ഉമ്മമാരാണ് മക്കളെ ശപിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. എന്നാൽ അവിടുന്ന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സമയം മകൻ പറഞ്ഞു, ഉമ്മ അസ്സലാമു അലൈക്കും. ഉമ്മ തിരിച്ച് സലാം അടക്കി, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നാൽ മഹാനുഭാവനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നീ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നിന്റെ ഉമ്മയോട് നീ പറഞ്ഞിറങ്ങിപ്പോയ ആ ഒരു സലാമുണ്ടല്ലോ, അല്ലാഹുവേ, അതിന് പകരം പടച്ചവന്റെ മാലാഖമാർ നിനക്ക് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് ദുആ ചെയ്യും. നിന്റെ ഉമ്മ നിനക്ക് ദുആ ചെയ്തു, വഅലൈക്കുമുസ്സലാം, അല്ലാഹുവിന്റെ രക്ഷ എന്റെ കുഞ്ഞുമോനിലും ഉണ്ടാകട്ടെ. അതിന് സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും അല്ലെങ്കിലും ഉമ്മയോട് സലാം പറയണം. കൊച്ചുമക്കളും പറയണം, വലിയവരും പറയണം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മകൾ മുടങ്ങാതെ ഉമ്മയോട് എപ്പോ കണ്ടാലും സലാം പറയുകയും സലാം അടക്കുകയും ചെയ്താൽ, അല്ലാഹുവേ, അവനെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ പൊന്നു മക്കളോട് സലാം പറയണം. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ അങ്ങനെ പഠിപ്പിക്കണേ. വരുമ്പോഴും പോകുമ്പോഴും സലാം പറഞ്ഞ നിങ്ങൾ തിരിച്ച് സലാം അടക്കുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളുടെ ആ സലാമുമായൊന്ന് യോജിച്ചാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പോലും പിടിച്ചാ പറ്റാത്തത്രത്തോളം അല്ലാഹു നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്, നിങ്ങളുടെ മക്കളെ കൊണ്ടെത്തിക്കുന്നതാണ്. അങ്ങനെ ചെയ്താ അൽഹംദുലില്ലാഹ്, ആ മക്കൾക്ക് അല്ലാഹു രോഗം കൊടുത്ത് പരീക്ഷിക്കില്ല. അങ്ങനെയുള്ള സന്തോഷം നമ്മൾ കൊടുക്കണം. നമ്മൾ അങ്ങോട്ട് സലാം പറയണം, ഇങ്ങോട്ട് സലാം അടക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ രക്ഷപ്പെട്ടു. ചൊല്ലി സലാമെന്നാരിരുന്നാൽ പിന്നെ ഖൈറിന്റെ വഴിയാൽ എപ്പോഴും അത് തന്നെ.
സലാം പറഞ്ഞാൽ അതിനെപ്പോലെ സന്തോഷം നമുക്ക് മറ്റൊന്നുമില്ല. വെള്ളിയാഴ്ച ദിവസം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതുമുണ്ട്. ആ ചൊല്ലേണ്ടുന്നതും ചെയ്യേണ്ടുന്നതുമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ ആ പ്രിയപ്പെട്ട ഉമ്മക്കും ബാപ്പക്കും അത് സന്തോഷമാണ്. എന്തിനേറെ എന്റെ ഉമ്മമാർക്ക് ഞാൻ പഠിപ്പിച്ചു തരാ. പടച്ചവനെ, ഒരു വീട്ടിന്റെ ഉള്ളിൽ ഉമ്മക്ക് എപ്പോഴും രോഗമാണ്, മകൻ എപ്പോഴും കരച്ചിലാ. കാരണം ഉമ്മാനെ പൊന്നുപോലെ വന്ന് കിട്ടാൻ കഴിയുന്നില്ല. ഉമ്മാന്റെ മനസ്സ് മുഴുവനും വേദനയിലാണ്. കാരണം എന്തെന്നറിയുമോ? ഈ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാക്ക് രോഗം വന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഇവന് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ ഇവന് കഴിയുന്നില്ല. അങ്ങനെ വേദനയുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ ഇവനിങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ, ഒരാള് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, തങ്ങളെ വേദന കൊണ്ടാണ്. എന്താണ് വേദന എന്നറിയുമോ? എന്റെ ഉമ്മ രോഗിയാ. ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാ. അല്ലാഹുവേ, നീ നിന്റെ ഉമ്മാന്റെ അരികത്തേക്ക് ചെല്ലുന്നൊരു സമയമുണ്ടല്ലോ, നീ ആ കടന്ന് ചെല്ലുന്ന സമയം നിന്റെ ഉമ്മയോട് നിനക്കൊന്ന് സലാം പറയാൻ പറ്റുമോ? നീ അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞു നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സലാം പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അല്ലാഹുവേ, അല്ലാഹു എത്ര സന്തോഷമാണ്. എപ്പോഴാണ് ചെയ്യേണ്ടുന്നത്? ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ആദ്യം നീ ചെന്ന് കാണണം, നിന്റെ ഉമ്മാനെ ഒന്ന് കാണണേ. എന്നാൽ നിന്റെ ഉമ്മാക്ക് ആ സമയം നീ എവിടെ നിന്ന് സലാം പറഞ്ഞ അത് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. നിന്റെ ഉമ്മാന്റെ രോഗം മാറാൻ അത് കാരണമാണ്. നീ നിന്റെ ഉമ്മയെ കണ്ടാൽ ഒന്ന് സലാം പറയാം. അത് നിന്റെ ഉമ്മയുടെ രോഗങ്ങൾ മാറാൻ അതൊരു കാരണമാണ്. നീ അങ്ങനെ ചെയ്തു നോക്ക്. ഈ കുട്ടി അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ അസ്സലാമു അലൈക്കും യാ ഉമ്മീ. പ്രിയപ്പെട്ട ഉമ്മയോട് സലാം പറഞ്ഞു. ഉമ്മ സലാം അടക്കുമ്പോഴും ഉമ്മ വയറിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു. കാരണം എന്തെന്നറിയുമോ? വയറുവേദനയെടുത്തിട്ട് പിളയുകയാണ്. വയറുവേദന കൊണ്ട് പിളയുകയാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ വിഷമത്തിലാണ്. ഇനി എന്ത് ചെയ്യുമല്ലാ, ഇനി എന്ത് ചെയ്യുമല്ലാ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ കഴിയുമ്പോ ഒരു പതിവില്ലാതെ മകൻ അവിടെ 5 ദിവസം ഇറങ്ങി നേരം വെളുക്കുമ്പോ അപ്പോഴല്ല ഉമ്മയോട് സലാം പറഞ്ഞു. വരുമ്പോഴും ഉമ്മയോട് സലാം പറഞ്ഞു. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ചോദിച്ചു, ഉമ്മ എന്റെ ഉമ്മാക്ക് വേദനയുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, വല്ലാ ഇപ്പൊ എനിക്കൊരു വേദനയില്ല. എന്റെ വേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്കൊരു വേദനയില്ല. ഇത്രയും നാള് ഞാൻ വേദന സഹിച്ചു. ഇപ്പൊ എന്റെ വേദന എങ്ങനെയാണ് മാറിയത് എന്ന് എനിക്കറിയാൻ പോലും കഴിയുന്നില്ല. ഉടൻ തന്നെ മകൻ പറഞ്ഞു, ഈ കാര്യം പറയല്ല എന്നാണ് ശൈഖുൽ ഉസ്മാനും എന്നോടുരത്താനി. കരയുന്ന കണ്ണിന് സാന്ത്വന വാക്കാട് പൊന്നേ, കരയാതെ ചൊല്ലൂ സലാമെന്നേ. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചെല്ല്, അവിടെ ചെന്ന് സലാം പറയും, ഇല്ലേ? അപ്പോ ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം സലാം പറയുകയും അതുപോലെ തിരിച്ചു പോകുമ്പോ സലാം മടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് വന്ന, അൽഹംദുലില്ലാഹ്, ആ ഒരൊറ്റ ദുആ മതി മോനെ നിന്റെ ഉമ്മാന്റെ രോഗം മാറാൻ. ആ ഒരൊറ്റ ദുആ മതി, അതിനപ്പുറം ഒന്നും വേണ്ട. ആ ഒരു ദുആ വേണ്ടുന്ന കോലത്തിൽ ചൊല്ലിയാൽ നിന്റെ ഉമ്മായുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുന്നതാണ്.
ആ ഒരു സങ്കടവും ആ ഒരു ദുഃഖവും ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറ്റ സലാമതി എല്ലാവരും ഒന്ന് ചൊല്ലി. വെള്ളിയാഴ്ചയാണ്, നേരിട്ട് ഹബീബിന്റെ സ്വലാത്ത് കൊളുത്തും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് സലാം പറയണം ആരോട് പോകുമ്പോഴും വരുമ്പോഴും. അത് ഉമ്മാന്റെ രോഗം മാറാതൊരു കാരണമാണ്. എന്നാൽ അവിടെ നീ കുട്ടി ചോദിക്കുകയാണ്, അല്ല തങ്ങളെ എന്റെ ഉപ്പ ഖബറിലാണ്, ഞാൻ എന്തേ ചെയ്യേണ്ടുന്നത്? മോനെ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. നിന്റെ ഉമ്മയോട് സലാം പറഞ്ഞതുപോലെ നിന്റെ ബാപ്പ ഖബറിലാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ഒന്ന് സലാം പറയാമോ? എന്നാൽ നിന്റെ ഉപ്പാന്റെ ഖബറും വിശാലമാകുന്നതാണ്. പണ്ടത്തെ ഉമ്മമാര് ഭർത്താക്കന്മാരോ മക്കളോ പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു വിടും, മോനെ എന്റെ വാപ്പാക്കര് സലാം പറഞ്ഞേക്കണേ, സലാം പറഞ്ഞേക്കണേന്ന് പറയരുത്, എന്റെ വാപ്പാക്കര് അസ്സലാമു അലൈക്കും പറയണേ. എല്ലാരും പറയാ, നീ എനിക്കൊരു സലാം പറഞ്ഞേക്കണേ, എന്റെ സലാം അല്ലെ. മദീനത്ത് പോകുന്നവരോട് പറയും, എന്റെ ഒരു സലാം നബി ഞങ്ങൾക്ക് പറഞ്ഞേക്കണം. അങ്ങനല്ല, എന്റെ ഒരു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നുള്ള സലാം അള്ളാന്റെ ഹബീബിനെന്ന് പറഞ്ഞേക്കണം. അങ്ങനെ പറയണം. ജീവിതത്തിൽ സന്തോഷമാ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വിജയിക്കുവാനും അത് കാരണമാണെന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രിയതാ, അതേ വെള്ളിയാഴ്ച രാത്രിയില് ഈ മകൻ അവിടെ നിന്ന് കിനാവ് കാണുകയാണ്. ബാപ്പവല്ലാതെ പ്രകാശത്തോടെ കടന്നു വരികയാ. ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ ആളുകളുടെ ഇടയിൽ ഒരാൾ മാത്രം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആരാ പ്രകാശിച്ചിരിക്കുന്ന എന്നറിയാ? ഈ കുട്ടി കണ്ട കിനാവ് പറയുകയാണ്. അവിടത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ആരാണ് ഇരിക്കുന്ന എന്നറിയാൻ വേണ്ടിയിട്ട് കടന്നു പോകുന്ന സമയമുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, അബൂക്ക, ഇത് നിന്റെ ബാപ്പയാണ് മോനെ, ഇത് നിന്റെ ബാപ്പയാണടാ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണിത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, ബാപ്പാ, ഇത്രയും ആളുകൾക്ക് ലഭിക്കാത്ത, ഇത്രയും ആളുകൾക്ക് കിട്ടാത്ത ഈ ഒരു പ്രകാശം എവിടെന്ന് കിട്ടി വാപ്പാ? എവിടെന്നാണ് ഇതിന്റെ വലിയൊരു പ്രകാശം കിട്ടിയത്? അവിടെന്ന് പറഞ്ഞു, മോനെ, വെള്ളിയാഴ്ച ദിവസം നീ കടന്നു വരുമ്പോ എനിക്ക് വേണ്ടി സലാം പറയാറുണ്ടല്ലോ, നീ ആ പറയുന്ന സലാമാണ് എനിക്ക് ഇത്രയും പ്രകാശം ഉണ്ടാക്കിയത്. നീ പറയുന്ന സലാമാണ് എന്നെ ഇത്രയും നല്ല പ്രകാശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സലാം പറയണം. എന്തേ കാരണം? അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ എന്ത് രോഗമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും ആ സങ്കടവും ആ രോഗവും എല്ലാം അള്ളാഹു തആല മാറ്റിക്കൊടുക്കും. എല്ലാ ദുഃഖങ്ങളും അള്ളാഹു തആല മാറ്റിക്കൊടുക്കും. ഇത് ഹബീബിന്റെ വാക്കല്ലേ? അള്ളാഹിന്റെ ഹബീബിന്റെ വാക്കല്ലേ? പോനിലാവിൻ ശോഭയാണ് താരക നബി മുല്ല, സ്നേഹമായി മനസ്സിനുള്ളിൽ എത്തുമേ സ്വല്ലല്ലാഹ്. അമ്പിളി പോലെങ്കിടുന്ന പുണ്യരാം നൂറുല്ലാഹ്, അജബുകൾ തീത്തുള്ളതാ എൻ താരക സ്വല്ലല്ലാഹ്. മുത്തുവീശും പൂമദീന ഒന്ന് കണ്ടിടുവാന് അതിലെത്രയോ മാതോഹിങ്ങൾ ചെന്നുമുത്തിയതാണ്. മൗത്തണയും നാളു മുമ്പ് എത്തിടാൻ കൊതിയാണ്. മുസ്തഫ നബി തങ്ങളുടെ ഓരത്തുറങ്ങിടുവാന്. അള്ളാന്റെ ഹബീബിനെ കാണാൻ കൊതിയില്ലാത്തവരുണ്ടാകുമോ? മുത്തുനിബിതങ്ങളെ കാണാൻ ഇഷ്കില്ലാത്തവരുണ്ടാകുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് രോഗം വന്നാലും ഏത് സങ്കടം വന്നാലും നിന്റെ ഉമ്മയാണ്
കിടക്കുന്നതെങ്കിൽ ചെന്നിട്ട് ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും. അപ്പൊ ചിലർ വിചാരിക്കും അല്ലാഹ് ഇത് മുഴുവൻ ഭ്രാന്താൻ. രോഗിയായി കിടക്കുന്ന ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളമായി പോകുമ്പോൾ അസ്സലാമു അലൈക്കും പറയണം. അതുമ്മാടെ രോഗം കുറക്കാൻ അതൊരു കാരണമാണ്. നമുക്കൊരു മടിയാണ് ആ കബറിൽ കിടക്കുന്ന ഉപ്പാക്കൊരു സലാം പറയാം അല്ലേ? എങ്ങനെ ചില ഉമ്മമാര് പറഞ്ഞുവിടും പണ്ട് മോനെ വാപ്പാക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞേക്കണേ ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്ന് ആര് സലാം പറയുന്ന, ആരെന്ത് ചെയ്യുന്ന, ആര് ഏത് വഴിക്ക് പോകുന്നു, ഇന്ന് ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഓർക്കണ മക്കളുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടാറുണ്ട്. ഇരുന്നുകൊണ്ട് സന്തോഷത്തോടെ ദിക്റും ദുആകളെല്ലാം നമ്മൾ നടത്താറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം ഏതെന്നറിയുമോ? നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് എപ്പോ കണ്ടാലും ഏത് സമയം കണ്ടാലും നമ്മൾ അവരോട് സലാം പറയാം. അതുപോലെ ആ ഒരു സന്തോഷം എവിടെ നമുക്ക് കിട്ടൂല. അതുപോലെ തിരിച്ച് അവർ നല്ല മനസ്സോടുകൂടി പറയുകയാണ്, നല്ല മനസ്സോടുകൂടിയിട്ട് അവർ പറയുകയാണ്, മോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ഏറ്റവും നല്ല ഔദാര്യമാണ് നിന്റെ സലാം പറച്ചില്. ആ പവിത്രമായ സലാം നീ എന്ന് ചൊല്ലിയാൽ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ പ്രകാശിച്ചതാണ്. അവരുടെ ഖബർ പ്രകാശമാണ്, അവർക്ക് സന്തോഷമാണ്, അവർക്ക് ആനന്ദമാണ്. അല്ലാഹുവേ, അതാ ഒരു മകളുടെ കഥ പറഞ്ഞു തരാ. ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാരെന്ന് പറഞ്ഞ ഉമ്മയെന്ന് പറഞ്ഞാൽ മരിക്കുന്നവരാണ്, എന്തിനേറെ ബാപ്പയെന്ന് പറഞ്ഞാ മരിക്കുന്നവരാണ്. എന്നാ ഒരു പെണ്ണ് കിടന്നുറങ്ങുകയാ, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കിനാവ് കാണുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതാവ് പൊന്നുപോലെ സ്നേഹിച്ചിട്ടുണ്ട്, നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട്. എന്തിനേറെ പട്ടിണി കിടന്നിരുന്ന ഈ ചരിത്രം പറയുമ്പോ പറയുകയാണ്, തന്റെ മകളെ എങ്ങനെയാണ് ബാപ്പ വളർത്തിയതെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ അതിലേക്ക് വരാം. ഈ പെണ്ണൊരു കിനാവ് കണ്ടു, ആ കിനാവിന്റെ വ്യാഖ്യാനം അറിയാൻ ഈ പെണ്ണൊരാലിമായ മനുഷ്യന്റെ മുമ്പിൽ കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ, എന്റെ ബാപ്പാനെ വല്ലാത്ത പീവത്സകരമായ ഒരു രൂപത്തില് എന്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചാനെ കണ്ടുപോയി തങ്ങളെ. എന്റെ വാപ്പാനെ വല്ലാത്ത ഒരു കോലത്തിൽ ഞാൻ കണ്ടുപോയി. അല്ലാഹുവേ, തലമുടിയെല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കണ്ണെല്ലാം കരിഞ്ഞിരിക്കുകയാണ്, ശരീരം മുഴുവനും കരിക്കട്ട പോലിരിക്കുകയാ. എന്താ പറ്റിയെന്നറിയാത്ത ഒരവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാ. എനിക്കത് കണ്ടിട്ട് സഹിച്ചിട്ടില്ലല്ലോ, എനിക്ക് വേദനയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പുന്നാര ബാപ്പ, അവിടെ എന്നെ പൊന്നുപോലെ വളർത്തിയതാണ്. എന്റെ ഉമ്മ പെട്ടെന്ന് വിട പറഞ്ഞു. എന്റെ 6 വയസ്സുള്ളപ്പോഴേ പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞു പോയതാണ്. പിന്നെ എന്നെ എടുത്തതും പിന്നെ എന്നെ വളർത്തിയതും എനിക്ക് ചുടുമുത്തം തന്നതും എല്ലാം എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. ആ ഉപ്പ എന്നെ വിട്ട് പിരിഞ്ഞപ്പോ എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് റബ്ബേ, എന്റെ ഉപ്പാന് ആ ഒരു കോലത്തിൽ ഞാനൊന്ന് കണ്ടപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി, മനസ്സുവല്ലാതെ നൊമ്പരപ്പെട്ടു പോയി, മനസ്സുവല്ലാതെ ദുഃഖിച്ചു പോയി. അതുകൊണ്ട് തങ്ങളെ, എന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എന്റെ പിതാവിനെ എനിക്ക് നല്ലതുപോലെ കാണണം, എന്റെ പിതാവിനെ സന്തോഷിക്കുന്ന മുഖത്തിൽ കാണണം. ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഇന്നത്തെ ദിവസത്തിന്റെ പവർ അറിയുമോ? ഇത് വെള്ളിയാഴ്ചയാണ്. അസർ നിസ്കാരത്തിന് മുമ്പ് നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ തഹ്ലീൽ ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പവിത്രമായ തഹ്ലീൽ നീ എന്ന് ചൊല്ലിക്കോ. അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന നിനക്ക് വിജയിക്കാം പൊന്നുമോളെ. സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വരാ. അന്നതായി പെണ്ണ് കടന്നു പോവുകയാണ്. അസറിന് മുമ്പ് ഇവിടെ നിന്ന് തഹ്ലീലുകൾ ചൊല്ലുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നിറഞ്ഞ മനസ്സോട് ഓടിയിട്ട് അവിടെ നിന്ന് സലാത്തുകൾ ചൊല്ലി പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആ പെണ്ണവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അല്ലാ, എന്റെ ഉപ്പാനെ കാണാ ഇതുപോലെ കാണാ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാ. നല്ലതുപോലെ അല്ലാതെ എന്റെ പിതാവിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലാ. അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലിയ പവിത്രമായ തഹ്ലീലുണ്ടല്ലോ, ഈ തഹ്ലീലിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പിതാവിനെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആരന്നപ്പോ പടച്ചോനെ ആ പെണ്ണിന്റെ ഉപ്പ അന്ന് രാത്രി വരികയാണ്. പ്രകാശിക്കുന്ന മുഖത്തോടെ വന്നുകൊണ്ട് പറഞ്ഞു, പൊന്നുമോളെ, നീ എവിടെന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിയ ആ തഹ്ലീലുണ്ടല്ലോ, ആ തഹ്ലീലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് മോളെ. എനിക്ക് വേണ്ടി വെള്ളിയാഴ്ച ഈ ചൊല്ലിയിട്ടുള്ള തഹ്ലീലാണ് എന്നെ ഇവിടം വരെ എത്തിയത്. പെങ്ങളെ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഖബറിൽ കിടക്കുന്ന ബാപ്പായെ രക്ഷപ്പെടുത്താൻ പറ്റും. അസറിന് ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. വെള്ളിയാഴ്ച അസർ കഴിയുന്നത് വരെയും നമ്മുടെ ദുആക്ക് വലിയ പവറാണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്താണെങ്കിൽ ആ സ്വലാത്തിന് വലിയ പവറാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നോടൊപ്പം ഒരുപാടൊന്നും ചൊല്ലണ്ട, ഒരു 11 പ്രാവശ്യം നല്ല നിയ്യത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണമെന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി ഒരു 11 തഹ്ലീല് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനിന്റെ മാധുര്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലിയോ അല്ലാഹുവേ, ഈ സമയം തന്നെ ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ കബറിടത്തിലേക്ക്, ഉമ്മയുടെ കബറിടത്തിലേക്ക് ഈ മക്കൾ ചൊല്ലിയിട്ടുള്ള അദ്കാറുകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ കമന്റിൽ ഒരുപാട് ആളുകളുടെ സഹോദരന്മാരുടെ ആഗ്രഹങ്ങൾ കമന്റിൽ എഴുതുന്നുണ്ട്. അവരെഴുതുന്നത് എന്നെ കണ്ടിട്ടല്ല, നിന്നെ കണ്ടിട്ടാണ്. അത് നീ അറിഞ്ഞല്ലോ റബ്ബേ, അതറിഞ്ഞിട്ട് പരിഹാരം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, എല്ലാ ദിവസവും ഒന്നിനും കൊള്ളാത്ത ഈ സാധുവിനോടൊപ്പം സമയം തരുന്ന അവസാനം വരെ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹ് നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പരിപാടി മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുത്തിട്ട് എല്ലാവരുടെ മനസ്സിലും ആനന്ദം വിതറുന്ന എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.